ഹലോ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. നമുക്കിന്ന് മുളകിട്ട ചെമ്മീക്കറി വെച്ചാലോ? വൃത്തിയാക്കിയെടുത്ത ചെമ്മീനുണ്ട്, കുടംപുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി, ചുവന്നുള്ളി, സവോള എന്നിവ കുനുകുന അരിഞ്ഞു വെച്ചതുണ്ട്. നമ്മുടെ ചട്ടി ചൂടായി കഴിയുമ്പോഴേക്കും നേരെ വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകും ഉലുവയും പൊട്ടിക്കുക. അതിനുശേഷം പച്ചമുളകും വേപ്പിലയും കൂടി ഇടുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി എടുത്തിടുക, എന്നിട്ട് ഇളക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും നേരത്തെ ഇടുന്നുണ്ട്. ഇത് രണ്ടും നമ്മുടെ സവോള പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നമ്മൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുക, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക. എന്നിട്ട് പൊടി അടിയിൽ പിടിക്കാത്ത രീതിയിൽ ഇളക്കി കൊടുക്കുക. അത് വെന്തതിന് ശേഷം നമ്മൾ തക്കാളി ഇടുക. തക്കാളി ഇട്ടിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, അതൊരു കുറിയ ഗ്രേവി തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കുക. വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ആ പുളി ഉണ്ടല്ലോ, അത് വെള്ളത്തോടെ ഒഴിക്കുക. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശരിക്കും ആ പുളിയുടെ എസൻസ് ഒക്കെ ആ ഗ്രേവിയിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ വേണം നമ്മൾ ഇളക്കി കൊടുക്കുക. അതിനുശേഷം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്ക് ഇട്ട് കൊടുക്കാവേ. ശരിക്കും ചെമ്മീൻ വേകാൻ കുറച്ച് സമയമെടുക്കും. സോ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കുക. ചെമ്മീനിൽ നിന്ന് ഓൾറെഡി കുറച്ച് വെള്ളം ഇറങ്ങി. അതുകൂടാതെ നമുക്ക് ഗ്രേവിക്ക് വേണ്ടതും പിന്നെ ചെമ്മീൻ വേകാൻ വേണ്ട വെള്ളത്തിനും വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്ത് എക്സ്ട്രാ. ഒരു 15 മിനിറ്റ് ഞാൻ വേവിച്ചേ. അപ്പോഴേക്കും ഗ്രേവി നല്ല സൂപ്പർ തിക്കായിട്ടുള്ളൊരു ഗ്രേവി കിട്ടിയേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. സൂപ്പർ ടേസ്റ്റാണ്. സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.